ഇന്നേക്ക് നമ്മൾ പറഞ്ഞത് BCB സർക്യൂട്ട് ഇവിടെ വർക്കാക്കി നമുക്ക് പറഞ്ഞാൽ നമ്മുടെ മെയിൻ പർപ്പസ് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ പാനൽ പ്രഷർ വന്നിരിക്കുക. പാനൽ പ്രഷറിന് പ്രഷർ റെഡ്യൂസ് വന്ന് 6 kg ആയിട്ട് അല്ലെങ്കിൽ 4.8 kg ആയിട്ട് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ പ്രഷർ സ്വിച്ച് വരെ அந்த ന്യൂമാറ്റിക് സപ്ലൈ വന്നിരിക്കും. അപ്പോൾ இந்த പ്രഷർ സ്വിച്ച് എടുത്ത് വെച്ചാൽ அந்த പ്രഷർ ഇരിക്കുക എന്ന് തരുന്നത് 3.3 ഇത് കട്ട് ഓഫ് 3.8 കട്ട് ചെയ്യും. ഓക്കെ, അത് മനസ്സിലാക്കാൻ സെറ്റിംഗ്. അപ്പോൾ വൺസ് അപ്പോൾ இந்த ப்ரெஷர் ஸ்விட்ச் என்ன വെച്ചാൽ ഇതിൽ அந்த பேசிக் க்ளோஸ் ஆகல 3.7 இருக்குது. அதே இன்ஸ்ட்ருமென்ட்ல தான் இந்த ப்ரெஷர் ஸ்விட்ச் போட்டுருக்கு. ஓகே, അപ്പോൾ നമുക്ക് വൺസ് என்ன பண்ணணும் വെച്ചാൽ നമ്മൾ ഇത് EP കോയിലിന് സപ്ലൈ കൊടുത്താൽ இந்த ப்ரெஷர் വന്നിട്ട് നേരെ உள்ளக்கு போய்டும், EP வால்வுக்கு போய்டும், அப்படி BCB க்ளோஸ் ஆயிடும். இதுதான் மெயின் ஃபங்க்ஷன். അപ്പോൾ നമുക്ക് என்ன ஆகணும், இந்த EP കോയിലേക്ക് സപ്ലൈ കൊടുത്തിട്ട് BCB க்ளோஸ் பண்ணணும். So how we can give supply to this EP coil, அதுதான் நம்ம பார்க்க போகுது. எப்படி தான் இந்த லோ கோயில் இந்த EP கோயில் சப்ளை பண்ணுது அது மட்டும் தான் நம்ம பார்க்க போகுது. ഇതാണ് ഇതിന്റെ സർക്യൂട്ട്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എപ്പോഴും BL ഓൺ பண்ணும்போது എന്നാണ് നടക്കുന്നത് നമ്മൾ ഓൾറെഡി we already taken that class. ഇതിൽ എപ്പോഴും എന്താ BL DC സർക്യൂട്ടിൽ എപ്പോഴും പോയി பார்க்கலாம். അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് ഓൺ ആയിട്ട് ഇതുവഴി സപ്ലൈ പോയിടും. 126.7 ബാറുണ്ട് ക്യാബ് വണ്ണിലേക്കുള്ള പവർ സപ്ലൈ. അത് ക്യാബാണ് ആക്കി വെച്ചാൽ அந்த ക്യാബിലേക്ക് ഇതിന് വഴി സപ്ലൈ പോയിടും. അപ്പോൾ 211 അത് മൂലമാ ഇങ്ങനെ സപ്ലൈ വന്നിട്ട് BL DJക്ക് സപ്ലൈ വന്നിട്ട്. ഓക്കെ, BL DJയുടെ ഒരു മൂലയ്ക്ക് സപ്ലൈ വന്നിട്ട് നമ്മൾ ക്ലോസ് பண்ணும்போது BL DJ க்ளோஸ் பண்ணும், கைண்ட் வைஸ் ஆയിട്ട് BL DJ க்ளோஸ் பண்ணும். അപ്പോൾ இங்க என்ன இந்த ஓன் பார்த்திருக்கீங்க, இங்க இந்த ஓடில் வந்துட்டு இப்படி சப்ளை போகும். இப்போ கேബിനാണ് இந்த மாதிரி സപ്ലൈ പോയിട്ട് ഓൾറെഡി പാനലിന്റെ ഓക്സിജൻ കാണാം. പാനൽ ഓൺ ആയിരിക്കാൻ ഇല്ലാതെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു കോൺടാക്ട് ഉണ്ട്, അതിന്റെ ഇന്റർലോക്ക് എടുത്തിട്ട് 130.1 அந்த കോൺടാക്ട് പിടിച്ചാൽ പാനൽ റൈസ് ആകും. അപ്പോൾ அந்த പാനൽ റൈസ് ആയതിനപ്പുറം എന്നാ இந்த ഓക്സിജൻ കോൺടാക്ട് இந்த കോൺടാക്ട് ഇരിക്കില്ല, அந்த ഓക്സിജൻ കോൺടാക്ടിന്റെ ഒരു ഇന്റർലോക്ക് இப்படி க்ளோஸ் ആകും. അപ്പോൾ இப்படி സപ്ലൈ ഇതുവരെ വന്നാൽ പിന്നെ എനിക്ക് ഒരു ഇതില്ല. இது ஆக்சுவலி ஓப்பனிங் சர்க்யூட் தான். இந்த NC மூலமாக தான் இப்படி ഇതിലേക്ക് സപ്ലൈ പോകും. അപ്പോൾ ഇത് இந்த மாதிரி കൊടുത്തിട്ട് വെച്ചാൽ നമ്മളിപ്പോൾ ക്യാബ് 1ൽ ഓപ്പറേറ്റ് பண்ணுவோம். ക്യാബ് 1 ഓപ്പറേറ്റ് பண்ணும்போது നമ്മൾ அந்த BL DJ அந்த സ്വിച്ച് മൂലം மட்டும்தான் கண்ட்ரோல் ஆகும். നമ്മൾ ഓപ്പൺ பண்ண വെച്ചാൽ നമ്മൾ റിയർ ക്യാബിൽ നിന്ന് ഓപ്പൺ பண்ணிയാൽ ഓപ്പൺ ആവപ്പെടാது. அதுதான் இந்த மாதிரி வச்சிருக்கு. அப்போ நம்ம இந்த கேப் ஒன்று எடுத்து வச்சால் இங்கே B போடும். அப்போ இந்த வழி சப்ளை போகாது. ஓன்லி இந்த BL DJல NC சர்க்யூட் மூலம் தான் சப்ளை போகும். BL DJல ரெண்டு இருக்குது, ஒரு NO இன்டர்லோக் ഉണ്ട്, ഒരു NC இன்டர்லோக் இருக்குது. അപ്പോൾ നമ്മൾ ക്യാബ് 1ൽ ഇരിക്കുമ്പോൾ ഇത് മൂലமாக സപ്ലൈ പോകാതെ ഇത് പോലെ സപ്ലൈ പോകും. ക്യാബ് 2ൽ ഇത് ഒന്നും പണ്ടല്ലേ, ഇത് அப்படி இருக்கு, ഇത് വഴി സപ്ലൈ മേടിക്കണം. ഇതുവഴി ഇതുമാതിരി സപ്ലൈ മേടിക്കണം. നമ്മൾ വൺസ് ട്രിപ്പ് ആക്കാൻ വെച്ചാൽ നമ്മൾ BL DJ ട്രിപ്പ് ആക്കാൻ വെച്ചാൽ ഇങ്ങനെ ഒരു സപ്ലൈ കട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ பண்ணிയാൽ ഇങ്ങനെ BL DJ ഓപ്പൺ பண்ணிയാൽ ഇത് കട്ടാവും. ഓഫ് പൊസിഷനിൽ ഇങ്ങനെയുള്ള സപ്ലൈ കട്ടാം. അപ്പോൾ ഇതുക്കുള്ള സപ്ലൈ ഓഫ് ആയിട്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ടൈം പറഞ്ഞാൽ നമ്മൾ BL DJ പ്രസ് பண்ணும்போது 136.4 പിടിച്ചിരിക്കണം. അപ്പോൾ അതുക്കുള്ള ഇതാ சொல்லியிருக்கு. അപ്പോൾ இந்த மாதிரி സപ്ലൈ പോകും, இந்த மாதிரி சப்ளை போகும். എന്നിട്ട് இங்கே HPP എത്തും. HPP இந்த BCB ഇൻഹിബിറ്റർ ഒന്നും கிடையாது, വേറെ പ്രോബ്ലം ഒന്നും ഇല്ല വെച്ചാൽ അത് ഒരു NC ഇന്റർലോക്ക് മൂലமாக HPP നേരെ HPP പോകും. അത് അങ്ങേയും എല്ലാം ടെസ്റ്റ് பண்ணதுக்கப்புறம் என்ன பண்ணும் 136.4 കോൺടാക്ടർക്ക് സപ്ലൈ കൊടുക്കണം. അപ്പോൾ 136.4 പിക്കപ്പ് ആവും.
136 pick இந்த ரிலே மூலமா இப்படி வந்து இந்த பிக்சர் இது வழி இது க்ளோஸ் ஆயிடும். ஓகே, அப்போ இது வழி இங்கே சப்ளை போயிடும். ஓகே, പിന്നെ ഓൾറെഡി ഇங்கே 2320ലേക്ക് സപ്ലൈ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വൺസ് ഇங்கே ഇതുവഴി ഇത് പോയാൽ ഇതെല്ലാം STB മൂലമ 2329ലേക്ക് സപ്ലൈ കൊടുക്കുന്നത് സൊല്ലും. ക്ലിയർ ആയോ? അപ്പോൾ 136.4 പിടിച്ചാൽ ഇതുവഴി ഇവിടെ സപ്ലൈ വരും. ഇതെല്ലാം വോൾട്ടേജ് ഉണ്ടോ കറണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഇത് ഇവിടെ 136.4 പിടിച്ചല്ലോ. അപ്പോൾ ഈ എല്ലാം ഇന്റർലോക്ക് ക്ലോസ് ആവും. ഈ എല്ലാം ഇന്റർലോക്ക് ക്ലോസ് ആയിട്ട് ഇത് മൂലം വന്നിട്ട് ഇവിടെ സപ്ലൈ വരും. ഓക്കെ, അപ്പോൾ ഇത് സപ്ലൈ വന്ന് എന്ത് ചെയ്യും? ഇത് വന്നിട്ട് ഇവിടെ STBനോട് ഫസ്റ്റ് പറയും, STBനോട് ക്ലോസ് ചെയ്യാൻ പറയും. അപ്പോൾ STB എന്ത് ചെയ്യും? STB ക്ലോസിംഗ് കമാൻഡ് ഉണ്ട്. 2329 ക്ലോസിംഗ് കമാൻഡ്. വൺസ് VCB ജസ്റ്റ് ക്ലോസിംഗ് കമാൻഡ് 2329 മൂലം STB കൊടുക്കും. ഇപ്പോൾ സപ്പോസ് STB കൊടുത്തയച്ച് എന്നിട്ട് VCB ക്ലോസ് ആവില്ലേ? அந்த மாதிரி இருந்தால் VCB in check in off position அந்த மாதிரி மெசேஜ் வரும். அப்போ STB அதை ட்ரை பண்ணும். STB ட்ரை பண்ணிட்டு ஆகலை வச்சால் அது அடுத்த என்ன STB HBPக்கு கமாண்ட் கொடுக்கும் சொல்லும். அப்போ HBP மூலமாக ഇതാ ഒന്നില്ലെങ്കിൽ STB ഡിഫക്റ്റീവ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ STBൻ്റെ അങ്ങനെ വയർ റിമൂവ് ആയിരിക്കുന്നത്. STB എന്നുള്ള ഇന്ന 2329 ഇങ്ങനെ റിമൂവ് ആയിരിക്കുന്നത്. അപ്പോൾ STB ഫസ്റ്റ് കമാൻഡ് കൊടുക്കുമ്പോൾ എന്നാലും എന്നാ ഇതിലേക്ക് സപ്ലൈ പോകാറ്. അപ്പോൾ അത് HBP മൂലമാണ് സപ്ലൈ കൊടുക്കുന്നത് ട്രൈ பண்ணும். ഓക്കെ, അപ്പോൾ വൺസ് തന്നെ VCB ക്ലോസ് ആവും. VCB ക്ലോസ് ആയാലും എന്നാ இந்த VCB ക്ലോസ് ആയാലും VCBക്കുള്ള ഇന്റർലോക്കിംഗ് ഓക്സിലറി ഇന്റർലോക്ക് അത് വന്നിട്ട് ഇങ്ങനെ ക്ലോസ് ആവും. VCB ക്ലോസ് ആയാലും ഒരു മൂവ്മെന്റ് ട്രമേറ്റ് ഒരു മൂവ്മെന്റ് ഓക്സിലറി ലീഫ് മാതിരിയുള്ള സാധനം. അപ്പോൾ അത് വന്നിട്ട് ഇത് ക്ലോസ് ആക്കും. അപ്പോൾ എന്നാ VCB ക്ലോസ് ആയാൽ ഇതൊരു കമാൻഡ് വരും. വൺസ് അത് നോർമൽ ആയാൽ ഇങ്ങനെ ജസ്റ്റ് സപ്ലൈ தான் ഒരു 2 സെക്കൻഡിലുള്ള സപ്ലൈ மட்டும் தான் ഇങ്ങനെ കൊടുത്തത്. 2329 വന്നിട്ട് 2 സെക്കൻഡിലുള്ള സപ്ലൈ தான் കൊടുത്തത്. അന്ന് 2 സെക്കൻഡ് സപ്ലൈ ബാക്കിയെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ പാരാമീറ്റേഴ്സും അത് SLG ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് എല്ലാമേ ഇങ്ങനെ ഇതെല്ലാം അല്ലാതെ കാർഡുകൾ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതെല്ലാം ചെക്ക് பண்ணி ഓക്കെ ആയിരുന്നാൽ വീണ്ടും STB മൂലமாக പെർമനന്റ് സപ്ലൈ കൊടുക്കും. ഓക്കെ, അങ്ങനെ അത് വന്നിട്ട് ഹോൾഡ് സപ്ലൈസ് ഉണ്ട്. ഇത് വന്നിട്ട് ഹോൾഡിംഗ് സപ്ലൈ, സോറി ഇത് വന്നിട്ട് ഹോൾഡിംഗ് സപ്ലൈ 2326 വന്നിട്ട് ഹോൾഡിംഗ് സപ്ലൈ, 2329 വന്നിട്ട് ക്ലോസിംഗ് സപ്ലൈ. 2 സെക്കൻഡ് കൊടുത്തിട്ട് എന്നിട്ട് എല്ലാം ഓക്കെ വെച്ചാൽ ഇതുവഴി 2326 വഴി പെർമനന്റ് ആയിട്ട് സപ്ലൈ പോകും. അപ്പോൾ അത് വന്നിട്ട് പെർമനന്റ് ആയിട്ട് ഹോൾഡ് ആവും. ഇവിടെ தான் മൂവ്മെന്റ്. ഇനി ഇതിന്റെ ഇൻസൈഡ് എപ്പടി VCBയുടെ ഇൻസൈഡ് ഇപ്പോൾ നമ്മൾ சொல்லிയത് വെളിയിൽ എക്സ്റ്റേണൽ എപ്പടി സപ്ലൈ കൊടുക്കുന്നത്. ഇനി ഇതിന് ഇതിന്റെ ഉള്ളിൽ നമ്മൾ VCBക്കുള്ള എപ്പടി பார்க்கலாம். അപ്പോൾ 2329 സപ്ലൈ ചെയ്യുമ്പോൾ അതെല്ലാം ഇങ്ങനെ കൊടുക്കും. QPDGയുടെ ഇൻകമിംഗ് എന്താ കൊടുക്കും. QPDG ഇൻകമിംഗ് കൊടുത്താൽ പ്രഷർ ഓക്കെ ആയിരുന്നാൽ ഈ QPDG NCR ഇത് മൂലമാണ് EP കോയിലേക്ക് സപ്ലൈ പോകും. EP കോയിലേക്ക് സപ്ലൈ പോയിച്ചാൽ EP കോയിലേക്ക് സപ്ലൈ പോയാൽ അത് വാൾവ് ഓപ്പൺ പണി ഓപ്പറേറ്റർ വാൾവിലേക്ക് പ്രഷർ കൊടുക്കും. அப்படிதான் VCB ക്ലോസ് ആകും. ഇനി അപ്പോൾ ഈ ഹോൾഡിംഗ് സപ്ലൈ വന്നാലും അതുക്കப்புறம் ഹോൾഡിംഗ് സപ്ലൈ വന്നാലും അതെല്ലാം വേണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഓക്സിജൻ ഇന്റർലോക്ക് മൂലമാണ് தான் കൊടുക്കുന്നത്. நம்ம ഓൾറെഡി ചെയ്ത് വെച്ചില്ല എന്താ ക്ലോസ് பண்ணும்போது ഒരു കോയിൽ മൂവ്മെന്റ് ആണ്, അതിലൊരു ഇന്റർലോക്ക് മൂലം தான் ഹോൾഡിംഗ് കോയിൽ സപ്ലൈ കൊടുക്കും. അപ്പോൾ വൺസ് ഇത് ക്ലോസ് ആയിച്ചാൽ VCB ക്ലോസ് ആയിച്ചാൽ അന്ന് ഓക്സിജൻ ഇന്റർലോക്കിലേക്ക് സപ്ലൈ ഓൾറെഡി വരും. ഇത് കറക്റ്റായി NC ആയിരിക്കും. അത് அப்படியே സപ്ലൈ പോയിട്ട് ഹോൾഡായിട്ട് പെർമനന്റ് ആയിട്ട് இங்கே QPDGലേക്ക് அந்த ஆக்சிஜன் இதற்கு அப்புறம் இந்த QPDGലേക്ക് அது சப்ளை கொடுக்கும். அப்படிதான் இதை மெயின்டைன் ஆகிட்டு இருக்குது. 2 செகண்ட்க்கு அப்புறம் அந்த ஹோல்டிங் சப்ளை தான் மெயின்டைன் பண்ணுது. இதுதான் இந்த VCB சர்வீஸ்.